ഹരി ഓം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. കുറേ കാലത്തിന് ശേഷമാണ് അല്ലേ എൻ്റെ ശബ്ദം കേൾക്കുന്നത്. എന്നോട് വീണ്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഒന്ന് ആവർത്തിക്കാം. ദാറ്റ് മീൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് എടുക്കാൻ പറഞ്ഞിരിക്കാം. ഒരു സെലക്ഷൻ അല്ലാണ്ട് ഒരു ക്ലാസ് ഒന്നായിട്ട് നമുക്കിവിടെ പറ്റുന്നില്ല, അതിനുള്ള സമയമില്ല. പിന്നെ എനിക്ക് തന്നിരിക്കുന്നത് വ്യാഴാഴ്ച 3 തൊട്ട് 4 വരെയും ശനിയാഴ്ച ഒരു സമയം തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ സമയമൊന്നും നോക്കിയിട്ട് പറ്റില്ല കുട്ടികളെ. കാരണം 1 മണിക്കൂറൊന്നും ഇതിലിങ്ങനെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് വരണമെങ്കിലല്ലോ അതിന് 1 മണിക്കൂർ ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴേക്കും അത് ഏകദേശം 5 GB ആയി. ആ 5 GB അപ്ലോഡ് ചെയ്ത് വരാനുണ്ടല്ലോ, അതാണ് ബുദ്ധിമുട്ട്. ഇത് എടുക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ അല്ല, ഇത് അപ്ലോഡ് ചെയ്ത് വരാനായിട്ട് അത് കണ്ടമാനം സമയം എടുക്കണം. 1.5-2 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇവിടെ നെറ്റിൻ്റെ വേഗത കുറവാണ്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് വരാനുള്ള സമയം കാരണം നമ്മളിത് ക്യാമറയിൽ ഇത് പിടിച്ചു, എന്നിട്ടത് ഗൂഗിളിലേക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ലിങ്കാണ് നിങ്ങൾക്ക് ഈ തരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് 1 അവറൊന്നും തരാനൊന്നും പറ്റില്ല. മറിച്ച് ഇടയ്ക്ക് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് തരും. പിന്നെ വേറൊരു ദിവസമായിരിക്കും അത് എന്ന് എന്നുള്ളതിനൊന്നും പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ ഇടയ്ക്കൊന്നും നോക്കുക. അപ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ അതിനുള്ളിൽ കാണും, കേട്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പിൽ കാണും. അപ്പം നിങ്ങളത് നോക്കുക. അല്ലാണ്ട് എപ്പോഴും അതിൻ്റെ പിന്നിൽ ചടഞ്ഞിരിക്കാനോ ഒന്നും അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു, കേട്ടല്ലോ. ഞാൻ ഇടയ്ക്ക് ഓരോ വീഡിയോ ഇടാം. ആ വീഡിയോ നിങ്ങളിങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അത്രയ്ക്ക് തന്നെ സാധിക്കുള്ളൂ. തുടക്കം തൊട്ടൊക്കെ എല്ലാം പഠിക്കാനൊന്നും നമുക്കിവിടെ പറ്റില്ല. നമ്മളിവിടെ എങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറയാം. ഞാനിനി വാസുദേവ മാഷ് പറഞ്ഞതൊന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് പോലും എനിക്ക് ഈ ബാങ്കിൽ ഈ പ്രിൻറ്റിങ് സെക്ഷനായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. നമ്മളൊരു റാൻഡം സെലക്ഷൻ എടുക്കുകയാണ്, കേട്ടല്ലോ. അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനെയൊക്കെ വെച്ചിട്ട് നമ്മളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയണത്. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. അതിൻ്റെ പേരിൽ വാസുദേവ മാഷ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയൊന്നുമല്ല, കേട്ടല്ലോ. ഇനി നമ്മളിപ്പോഴേ ഇതിൻ്റെ തുടക്കത്തിലത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതിന് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നൊരു ചോദ്യം ഉറപ്പാണ്, എല്ലാ വർഷവും ചോദിക്കുകയാണ്. അതിന് ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഇസ് ദ ടെക്നിക്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക്. അത്ര തന്നെ. വേറൊരു കുട്ടി എഴുതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഈസ് ദ ടെക്നിക്സ് which borrowed the methods from mathematics, statistics and programming techniques. ഇതിനും മാർക്കൊന്നും കുറയൊന്നുമില്ല, കേട്ടല്ലോ. 1 മാർക്കോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതിന് മാർക്കൊന്നും കുറയില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. This quantitative technique is very useful for making decision in business. കഴിഞ്ഞു, അത്രയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളിൽ അങ്ങ് എഴുതി വയ്ക്കാം. പിന്നെ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നാണ്. അതിൻ്റെ ഉത്തരം one is mathematical quantitative technique, second one is the statistical quantitative technique, third one is the programming techniques. പിന്നെ ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്സിന് മറ്റൊരു പേരുണ്ട്, ഓപ്പറേഷണൽ റിസർച്ച് എന്നും കൂടി ഒരു പേരുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. അതൊരു OMRൽ ഞാൻ കണ്ടു. ഓപ്പറേഷണൽ റിസർച്ച് എന്നും ഈ പ്രോഗ്രാമിംഗ് ടെക്നിക്സിന് മറ്റൊരു പേരുണ്ട്. മാത്തമാറ്റിക്കൽ ടെക്നിക്സിൻ്റെ താഴെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽ സ്കിൽസിൽ പഠിച്ചിട്ടുള്ള അതൊക്കെ തന്നെ എന്തൊക്കെയാണ്? ഒന്ന് സെറ്റ്, ഒന്ന് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, പിന്നൊന്ന് മാട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇതൊക്കെ അങ്ങോട്ട് 3-4 വെറുതെ കാണിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രോബബിലിറ്റി, ഈ QTയുടെ ഈ വർഷം പഠിച്ചില്ലേ, അതൊക്കെ വയ്ക്കുക. പ്രോബബിലിറ്റി, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ്, പിന്നെന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതൊരു 3-4 കാണിക്കുക. അതും കഴിഞ്ഞു.
പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും എഴുതാനൊന്നും പോകണ്ട, നിങ്ങളത് പഠിക്കുന്നില്ല. ക്യൂയിങ് തിയറി, അങ്ങനെ കുറേ തിയറികളാണ് നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം അതൊക്കെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡുകളാണ്, നമ്മളത് പഠിക്കുന്നൊന്നുമില്ല അവിടെ. പിന്നൊരു ചോദ്യമായിരുന്നു വരുന്നത്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ QT ആൻഡ് ദ ബിസിനസ് അല്ലെങ്കിൽ ചില മാനേജ്മെന്റ് ഓർ കോമേഴ്സ് എന്നൊരു ചോദ്യം വരാം. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചോദ്യം. അതൊക്കെ ജനറലായിട്ടൊരു ക്വസ്റ്റിൻ്റെ ഉത്തരങ്ങളാണ്. എന്താ ഇത് തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജനറലായിട്ട് പറയാണ് QT വിൽ ബി ഹെൽപ്ഫുൾ, വെരി ഹെൽപ്ഫുൾ ഇൻ പ്രിഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ. ഭാവി കാണാനായിട്ട് വളരെയധികം സഹായിക്കും. ഇൻ ഓർഡർ ടു ഡിസൈഡ് ദ ഡിമാൻഡ് സപ്ലൈ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, എത്രമാത്രം സപ്ലൈ ഉണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി വരാൻ പോകുന്ന വർഷത്തേക്ക് നമുക്ക് പറയാനായിട്ട് കഴിയണം, അതിന് പറ്റുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് ദ പ്രസന്റ് ഡേ മാനേജർ ആൻഡ് ആസ് സച്ച് ദിസ് QT പ്രൊവൈഡ്സ് ടൂൾസ് ടു ടേക്ക് ഡിസിഷൻ correct and at the apt time. രണ്ടാമത്തേതും കഴിഞ്ഞു. മൂന്നാമത്തേത്, QT is very helpful in quality control. ക്വാളിറ്റി കൺട്രോളിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം QT അവിടെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെന്താ പറയുക, നാലാമത്തേതായിട്ട് പറയാം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് us to minimize the cost and maximize the profit by allocating the resources in an optimized manner. വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കുകയും പ്രോഫിറ്റ് മാക്സിമം ആക്കാനും എന്ത് സഹായിക്കുന്നു, QT സഹായിക്കുന്നു. മതി, ഇത്രയൊക്കെ മതി. ഞാൻ 4 പോയിന്റും മറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. ആ 4 പോയിന്റും കൊടുത്താൽ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി പിന്നെ അതിൽ നിന്ന് പിന്നെ ഒരു എസ് ആയിട്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എഴുതണം. പക്ഷെ നിങ്ങൾ എത്ര എസ് എഴുതിയാലും അവർ മാർക്ക് തരില്ല. കാരണം അത് തിയറിയാണ്. തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 30 മാർക്കിൻ്റെയും ആ സമയത്ത് 30%, 70% പ്രോബ്ലമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് തിയറി മാത്രമേ ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഒരു എസ് എ ടൈപ്പ് പോലെ ചോദിക്കും, വാട്ട് ഈസ് QT ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം കൂടി കൂട്ടി ഒരു ഉഴമ്പൻ രൂപത്തിൽ കൊടുക്കണം. പക്ഷെ അത് എങ്ങനെ എഴുതിയാലും നിങ്ങൾക്കും തൃപ്തിയില്ല, വായിക്കുന്ന ആൾക്കും തൃപ്തിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അതിൽ നിന്നും അത്രയൊക്കെ തന്നെ നോക്കാം. ഞാൻ ഈ പറഞ്ഞത് മാത്രം നോക്കാം, അതിനപ്പുറത്തൊന്നും നോക്കാനൊന്നും പോകണ്ട. പിന്നത്തെ ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് കുറേ ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട് കേട്ടോ. ഷോർട്ട് ആൻസേഴ്സ് ഒന്നാമത്തേത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് ആൻസേഴ്സ് നിങ്ങളൊന്ന് വായിച്ചു പോവുക, ഒന്ന് മനസ്സിലാക്കി പോവുക. കാരണം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് തട്ടിക്കൂട്ടി ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ പുതിയതായിട്ടൊന്നും വരാനുള്ള സാധ്യതകളില്ല. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതൊക്കെ ഇന്ന് നോക്കുക. അപ്പോൾ രണ്ടാമത് പറയുന്നത് കോറിലേഷൻ എന്ന ചാപ്റ്റർ. വാട്ട് ഈസ് കോറിലേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല. 2 മാർക്കിൻ്റെയോ 1 മാർക്കിൻ്റെയോ. വാട്ട് ഈസ് കോറിലേഷൻ? കോറിലേഷൻ studies the relationship between 2 variables and the direction of change. It studies the direction of change and the relationship between 2 variables. കഴിഞ്ഞു, ഒറ്റ വരിയിൽ കാര്യം കഴിഞ്ഞു. പിന്നെ ചോദിക്കുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഗാമ ലൈസ് ബിറ്റ്വീൻ, അത് OMRലോ ഉറപ്പ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ +1 ആൻഡ് -1. അതാണ് എൻ്റെ ഉത്തരം. +1ൻ്റെയും -1ൻ്റെ ഇടയ്ക്കാണ് എപ്പോഴും കോറിലേഷൻ കിടക്കുക. അതൊന്ന് തലയിൽ ഉറക്കട്ടെ. പിന്നെ ചോദിക്കുന്നത് ഗാമ ഈസ് ഈക്വൽ ടു +1. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം ദർ എക്സിസ്റ്റ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആൻഡ് ബോത്ത് വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ. 2 വേരിയബിളുകളും ഒരേ ദിശയിലേക്ക് നീങ്ങുന്നു. മറ്റൊന്ന് ഗാമ ഈസ് ഈക്വൽ R ഈസ് ഈക്വൽ ടു -1 എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ഉത്തരം പറയുന്നത് ദർ എക്സിസ്റ്റ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ബോത്ത് വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. 2 വേരിയബിളുകളും വ്യത്യസ്ത ദിശയിലേക്ക് പോകുന്നു.
ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾ. ഓക്കെ, ഇത് മൂന്നൊക്കെയാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ അതിന് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്കാറ്റേർഡ് ഡയഗ്രാം. വാട്ട് ഈസ് എ സ്കാറ്റേർഡ് ഡയഗ്രാം? സ്കാറ്റേർഡ് ഡയഗ്രാം ഈസ് ദ ഗ്രാഫിക് മെത്തേഡ് ടു സ്റ്റഡി ദ കോറിലേഷൻ. കോറിലേഷൻ പഠിക്കാനുള്ള ഗ്രാഫിക് മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അത് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലെങ്ങാനും ചോദിച്ചാൽ ഞാൻ വരച്ച് തന്നിട്ടുണ്ട് ഗ്രാഫുകൾ. ആദ്യത്തേത് എന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ, ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ, നോ കോറിലേഷൻ. അതൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി എത്തിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ വരുന്നത് അതിലത്തെ പ്രോബ്ലമാണ്. ഈ പ്രാവശ്യം മിക്കതും ഒരു കോറിലേഷനിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കാം. ആ കോറിലേഷനിൽ നിന്ന് പ്രോബ്ലം ചോദിക്കുമ്പോൾ കഴിയുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒന്നും നോക്കാനായിട്ട് നേരമൊന്നും ഇല്ല. അതുകൊണ്ട് ഒരെണ്ണം തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഫസ്റ്റ് കോളം എക്സ് തന്നിട്ടുണ്ട്, സെക്കൻഡ് കോളം വൈ എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ തന്നിരിക്കുന്നത് 100 നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. 200, 300, 400, 500, 600, 700. ഇപ്പുറത്ത് തന്നിരിക്കുന്നത് 30, 50, 60, 30, 50, 60, 80, 100, 110 and 130. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലുള്ള ഈ 2 0 കംപ്ലീറ്റ് അങ്ങ് വെട്ടിക്കളയാം. അതിൽ കോമൺ ആയിട്ടുള്ളത് മുഴുവൻ അങ്ങ് എടുത്തു കളഞ്ഞു. ഇതിൽ കോമൺ ആയിട്ടുള്ള ഈ 0 അങ്ങോട്ട് വെട്ടിക്കളയാം. വളരെ സിമ്പിളായി. 1, 2, 3, 4, 5, 6, 7, 3, 5, 6, 8, 10, 11, 13. ഫോർമുല കുറച്ചുണ്ട് കേട്ടല്ലോ. അടുത്ത കോളം നമ്മൾ കാണുന്നു XY. 1 3 is 3, 5 2s are 10, 6 3s are 18, 8 4s are 32, 10 5s are 50, 11 6 are 66, 13 7s are 16 91. ഇനി ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടാം. അടുത്ത കോളം കാണുന്നു എക്സ് സ്ക്വയർ. ഇതിൻ്റെയൊക്കെ സ്ക്വയർ 1 1 4 9 16 25 36 49. ഇതിൻ്റെ എല്ലാം കാണുന്നു വൈ സ്ക്വയർ. എത്രയാണ്? 9 25 36 64 100 121 169. ഇത് 3 കൂടി അങ്ങ് കൂട്ടി. എന്നിട്ട് നമ്മുടെ ഫോർമുലയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് വലിയ ഫോർമുലയാണ്. പിന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആ ലോഗരിതം ടേബിൾ എല്ലാവരുടെയും കയ്യിലുണ്ടാകണം. അതുപോലെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടായാൽ ഏറ്റവും നന്നായി. ലോഗരിതം ടേബിളിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഞാനതൊക്കെ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നോക്കൂ, ഈ പേജിൻ്റെ ഈ സൈഡിൽ ഒരു കഷ്ണം കടലാസ് ദമ വെച്ചിട്ട് ആ ഫോർമുല ആ കടലാസുമേ അമർത്തി എഴുതാം. ഇതിൻ്റെ മുകളിലത്തെ കടലാസുമേ, തെറ്റരുത്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിങ്ങനെ നോക്കിയാൽ കറക്റ്റായിട്ട് അത് കിട്ടും. ഇവിടെ തന്നെ എഴുതണമെന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും ആ ഫോർമുല എഴുതിക്കോളൂ. എവിടെയൊക്കെയാണോ ഒഴിവുള്ളത് ആ സ്ഥലങ്ങളിൽ നിങ്ങൾ പെൻസിലുകൊണ്ട് അല്ലെങ്കിൽ പേന കൊണ്ട് അമർത്തി എഴുതാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കാനായിട്ട്, ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. കേട്ടല്ലോ? അപ്പം നിങ്ങൾ ആ വെളിച്ചത്തിൽ ഇങ്ങനെ ചെരിച്ചൊക്കെ പിടിച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു ഫോർമുല. ഇതിൻ്റെ ഫോർമുല ഇതാണ്. ഗാമ ഈസ് ഈക്വൽ ടു കുറച്ച് വലിയ ഫോർമുലയാണ്. എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ വീണ്ടും റൂട്ട് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതിലേക്ക് എൻ എത്ര എണ്ണം ഉണ്ട്? 1 2 7 എണ്ണം. 7 ഇൻറ്റു സിഗ്മ എക്സ് വൈ ഇതെല്ലാം കൂടി കൂട്ടിയത് മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടണം. കേട്ടല്ലോ? ഇതെല്ലാം കൂട്ടണം, ഇതെല്ലാം കൂട്ടണം. സിഗ്മ എക്സ് കിട്ടി, ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ സിഗ്മ വൈ കിട്ടി.
വീണ്ടും താഴെ റൂട്ട് ഓഫ് നമ്പർ 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയത് മൈനസ് സിഗ്മ എക്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n 7 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ ഇത് മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ എല്ലാം കൂടി കൂട്ടി കിട്ടിയതുണ്ട്, അതിൻ്റെ സ്ക്വയർ കണ്ടിട്ടുണ്ട്. അത് സോൾവ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 0.something എന്നാണ് കിട്ടുക. കേട്ടല്ലോ, 1 പോയിന്റ് എന്നൊരു ഉത്തരം വരില്ല. ഇതാണ് ഒരെണ്ണം ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. പിന്നെ ഞാൻ പിന്നീട് ഒരു പ്രോബ്ലം കണ്ടത്, വേറൊരു പ്രോബ്ലം ഇപ്പം ഈ അടുത്ത് എവിടെയാണത്, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിൽ. ഫസ്റ്റ് കോളം എക്സ്, സെക്കൻഡ് കോളം വൈ. ഫസ്റ്റ് കോളത്തിലെ എക്സും വൈ എന്നൊന്നല്ല കേട്ടാ, ഏജ് ഓഫ് ദ ഹാൻഡിഡേറ്റ്സ് ആൻഡ് ഏജ് ഓഫ് ഫെയിലിയർ എന്നൊക്കെയാണ്. നമ്മൾ അതിന് എക്സ് എന്നും കൊടുക്കുന്നു, വൈ എന്നും കൊടുക്കുന്നു. എക്സിൽ തന്നിരിക്കുന്നത് 21, 20, 19, 18, 17, 16, 15, 14, 13. അടുത്ത കോളത്തിൽ വൈയിൽ കൊടുത്തിരിക്കുന്നത് 55, 47. ഒരു മിനിറ്റ് കേട്ടോ, ഒരു കോള് വരുന്നു. ഒരു മിനിറ്റ് പറയാൻ ചൂട്ടാ. എന്തായി വേണുപാപ്പൻ പറഞ്ഞതിനോട്? എന്നിട്ട് വീട്ടിലെത്തി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ കാലത്ത് വേണുപാപ്പൻ വരുന്നുണ്ടാ? അവൻ എന്നെ വിളിച്ച് പറഞ്ഞതേ അവനെ കാലത്ത് കൊണ്ടാക്കി തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും വിളിച്ചില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരെ? അതെ അല്ലേ, ഓക്കെ. അത് ശരി. അത് ശരി. എനിക്ക് വരാൻ പറ്റില്ല കൂട്ടാ. വേണുനോട് ഒന്ന് പറഞ്ഞാൽ മതി മോൻ, കേട്ടല്ലോ. ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടാ. ശരി കൂട്ടാ, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോളൂ. ശരി കൂട്ടാ, സോറി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ അപ്പം ഇത്ര വലിയ ഫിഗർ ആകുമ്പോഴേ നിങ്ങൾ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. അതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കാം. എന്നിട്ട് ഇതിനെയൊക്കെ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ 153 കിട്ടി. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ റൗണ്ട് ഫിഗറിൽ 17 കിട്ടി. വൈ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 387 കിട്ടി. കൂട്ടിയപ്പോൾ 43 കിട്ടി. ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ മെത്തേഡിലല്ല, ഈ മെത്തേഡാണ്. അടുത്ത കോളം സ്മോൾ എക്സ് എഴുതിയിട്ട് ഓരോന്നിൽ നിന്നും ഈ 17 കുറയ്ക്കാം. 21 നിന്നും 17 കുറയ്ക്കുമ്പോൾ 4, 20 നിന്നും കുറയ്ക്കുമ്പോൾ 3, 19 2, 18 1, 17 0, -1, -2, -3, -4. അതുപോലെ തന്നെ വൈ 43 എന്ന് കുറച്ചാൽ 12, 47 4, 49 6, 39 -4, 37 -6, 34 -9, 43 0, 41 -2, 42 -1. ഇത് കൂട്ടി നോക്കേണ്ട കാര്യമില്ല, കൂട്ടിയൊക്കെ 0 തന്നെ കിട്ടാം. അടുത്ത കോളായിട്ട് നമ്മൾ എന്ത് കാണുന്നു? സ്മോൾ എക്സ് വൈ കാണുന്നു. ഇത് 4 48, 4 3 12, 6 2 12, 1 × -4 -4, 0 +9 0 6 and 4. ഈ -4 ഇങ്ങ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് 4 കുറയ്ക്കാം.
-4 ഇങ്ങ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ നിന്നും 4 കുറച്ചിട്ട് അതിവിടെ എഴുതാം. അടുത്ത കോളം സ്മോൾ എക്സ് സ്ക്വയർ, പിന്നത്തെ കോളം സ്മോൾ വൈ സ്ക്വയർ. ഇതിനാകുമ്പോഴേ ഇതിൻ്റെ ഫോർമുല ഇതെല്ലാം കൂടി കൂട്ടുന്നു, ഇതെല്ലാം കൂടി കൂട്ടുന്നു. ഇതിൻ്റെ ഫോർമുല വളരെ സിമ്പിളാണ്. അതാണ് ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. അരിത്തമാറ്റിക് മീൻ കണ്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫോർമുല ഇതാണ്: സിഗ്മ സ്മോൾ എക്സ് വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ സ്മോൾ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ സ്മോൾ വൈ സ്ക്വയർ. വളരെ സിമ്പിളാണ്. ഈ കിട്ടിയ സ്മോൾ എക്സ് വൈനെ, ഇവിടെ കിട്ടിയ സംഖ്യ ഉണ്ടല്ലോ, അതിനെ ഇതിൻ്റെ റൂട്ട് കൊണ്ട്, റൂട്ട് കണ്ടിട്ട് വേണം റൂട്ട് കാണാം, ഇതിൻ്റെയും റൂട്ട് കാണാം. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് കാണുന്നു, വൈ സ്ക്വയറിൻ്റെ റൂട്ട് കാണുന്നു. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. കണ്ടല്ലോ. അപ്പം പിന്നെയുള്ളത് മെത്തേഡ് വരുന്നത് ഇതാണ്. ഈ രണ്ട് മെത്തേഡ് കൂടാതെ വേറെയും മെത്തേഡുകളുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഈ രണ്ട് മെത്തേഡുകളിലേക്ക് ഇത് ചെയ്ത പോലെ ഇത് ചെയ്യാം. പക്ഷെ ഒന്നും മനസ്സിലാക്കാൻ, നിങ്ങൾ 21 × 55, 20 × 47, 19 × 49 അതൊന്നും സാധിക്കില്ല കുട്ടികളെ. അത്രയും സമയം എടുക്കും. അപ്പോഴേക്കും നിങ്ങൾക്ക് തെറ്റിയോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാകും. എന്ത് ചെയ്യുമ്പോഴത് മുഴുവനായി ചെയ്ത് തീർക്കാൻ ശ്രമിക്കാം. തെറ്റിയാലും ശരിയായാലും പലർക്കും പകുതി ആകുമ്പോഴേക്കും ഒരു തോന്നലാണ്, തെറ്റിയോ. അങ്ങനെ ഒരു ചിന്തയും വേണ്ട. അത് മുഴുവനായിട്ട് അങ്ങ് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കാം. കേട്ടല്ലോ. ഈ രണ്ട് മെത്തേഡാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. അതും ഈ രണ്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലായാൽ ഇതിൽ എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രോബ്ലം മാത്രം ഞാനിപ്പോൾ ഈ ചെയ്തു തന്നത് ഒരു 2 പ്രാവശ്യം അങ്ങ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴി കിട്ടി. ഓക്കെ. അപ്പം കോറിലേഷൻ എന്നുള്ളത് കഴിഞ്ഞു. കേട്ടല്ലോ. കോറിലേഷൻ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കാണാനുള്ളതേ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ്. ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, അത് കാൾ പിയേഴ്സിൻ്റെ ആണ് കേട്ടോ. പേര് മറക്കരുത്. കാൾ പിയേഴ്സിൻ്റെ ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. അപ്പോൾ ഹൂ ഇസ് ദ ഡിസൈനർ ഓർ ഡെവലപ്പർ ഓർ ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എന്ന് ചോദിച്ചാൽ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ എന്ന് പറയണം. അടുത്തത് റാങ്ക് കോറിലേഷൻ ആണ്. റാങ്ക് കോറിലേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നെയിം, എന്താണ് അയാളുടെ പേര്? സ്പിയർമാൻ. കേട്ടല്ലോ. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്നാണ് അതിനെ പറയുന്ന പേര് തന്നെ. അപ്പം ആ പേര് നിങ്ങൾ ഓർമ്മയുണ്ടാവണം, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ആൻഡ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഈ കാൾ പിയേഴ്സിൻ്റെ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതിൽ മാത്രമേ പറ്റുള്ളൂ. മറ്റാളുടെ ഇത് എന്തിനാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത്? ജഡ്ജസൊക്കെ ജഡ്ജ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൽ ഒരു 3 ജഡ്ജസ് ഇരുന്നിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. 3 ജഡ്ജസിൻ്റെ, മറക്കരുത്, 3 ജഡ്ജസുകളുടെ ഒരു പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാൻ ഹാഫ് ഇയറിലേക്കും അതേ പ്രോബ്ലം തന്നെയാണ് തന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കേട്ടല്ലോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേ, ഇത് ഏത് വർഷത്തെയാണ്? ഇത് 2017 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതൊന്നും കൂടി ഒന്ന് താഴ്ത്തി വയ്ക്കണം. യെസ്, ശ്രദ്ധിക്കും. അപ്പം ഒരു പ്രോബ്ലം തന്നിട്ടുള്ളതാണ്. റാങ്കിങ്. The ranking of 10 individuals at the start and the finish of a course of a training are given. Individual A, B, C, D, E, F, G അല്ലെങ്കിൽ 1, 2, 3, 4 വാട്ട് എവർ ഇറ്റ് മേ ബി. റാങ്ക് ബിഫോർ, റാങ്ക് ആഫ്റ്റർ. കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇനി നിങ്ങളിത് ഉപയോഗിച്ചിട്ട് കാണാം. ആദ്യം അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടു. R1 - R2, നമ്മൾ അതിന് D എന്ന് പേര് കൊടുത്തു. അതിൻ്റെ സ്ക്വയർ കണ്ടു, D സ്ക്വയർ. നമ്മൾ അതിൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഫോർമുല എന്താണ്? 1 - 6 sigma D square by n into n square minus 1. ഇതാ ഞാനിവിടെ എഴുതുന്നു. റാങ്ക് കോറിലേഷൻ്റെ ഫോർമുല എന്താണെന്നാണ് പറഞ്ഞത്? റാങ്ക് കോറിലേഷൻ ഈസ് ഈക്വൽ ടു 1 - ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നീക്കി എഴുതണം. 6 sigma D square by n into n square minus 1. ഇതാണ് ഇതിൻ്റെ ഫോർമുല. n into n square minus 1. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 1ൽ നിന്നും കുറയ്ക്കാവൂ. ഇതും
ഒന്നിനേക്കാളും വലുതാകരുത്, -1 താഴെ പോകരുത്. ഈ ഫോർമുലയിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. കേട്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതായിട്ട്. ഇനി ചിലപ്പം ഇവിടെ ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റാങ്ക് തന്നിട്ട് നോക്കൂ, 1, 2, 3, 4, 5, 6, 7 ഒക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതിന് വേറെ 10, 60, 30 എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് ഏറ്റവും ചെറുതിന് 1 എന്നും, അതിനേക്കാൾ വലുത് 2, അതിനേക്കാൾ വലുത് 3, അതിനേക്കാൾ വലുത് 4 ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വെച്ചിട്ട് അതങ്ങ് നോക്കിയിട്ട് ചെയ്യാം. ഇത് രണ്ടിൻ്റെയും റാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാം. പിന്നെ ആ 3 ജഡ്ജസിന്റെ കേസിലെ ആ ഒന്നാമത്തെ ജഡ്ജും രണ്ടാമത്തെ ജഡ്ജും തമ്മിലുള്ള കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ കണ്ടു. ഒന്നാമത്തെയും മൂന്നാമത്തെയും റാങ്ക് കോറിലേഷൻ കണ്ടു. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോറിലേഷൻ കണ്ടു. അതിൽ ഒരെണ്ണമായിരിക്കും പോസിറ്റീവ്, ബാക്കി 2 നെഗറ്റീവ് ആയിരിക്കും. ഉറപ്പ്, ഒരെണ്ണം പോസിറ്റീവും ബാക്കി 2 നെഗറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ പറയും ഒരെണ്ണം പോസിറ്റീവ് കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യണോ എന്ന് ചോദിക്കും. ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്, ഉത്തരം കണ്ടുപിടിക്കാനല്ല. 3 നിങ്ങൾ ചെയ്യണം. കേട്ടല്ലോ. ഇതിൻ്റെ ഏത് 2 പോസിറ്റീവ്, 1ഉം 2ഉം കൂടി ചേർന്നതാണ് പോസിറ്റീവ് എങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജഡ്ജ് ഹാസ് ദ നിയറസ്റ്റ് അപ്രോച്ച് ടു ദ കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി. അത് എഴുതണം. ഒരു കഴുതകളും അത് എഴുതാറില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ജഡ്ജിൻ്റെയാണ് പോസിറ്റീവ് എങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ജഡ്ജ് ഹാസ് ദ നിയറസ്റ്റ് അപ്രോച്ച് ടു ദ കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി. സാധാരണ വരുന്നത് 1ഉം 3ഉം ആണ് പോസിറ്റീവ് ആകാറ്. അതുകൊണ്ട് അപ്പം നമ്മൾ എന്ത് എഴുതും, ഫസ്റ്റ് ആൻഡ് തേർഡ് ജഡ്ജ് ഹാസ് ദ നിയറസ്റ്റ് അപ്രോച്ച് ടു ദ കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി എന്ന് അവസാനം എഴുതിയിരിക്കണം. എഴുതിയില്ലെങ്കിലും മാർക്ക് അവർ തരും, പക്ഷെ 1 or 2 മാർക്ക് അവർ കുറയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊന്നും വയ്ക്കണ്ട. ആ ക്വസ്റ്റ്യൻ ആ 3 ജഡ്ജസിൻ്റെ തന്നാൽ അതിൻ്റെ കൺക്ലൂഷൻ എഴുതിയിരിക്കണം. അപ്പം റാങ്ക് കോറിലേഷനും നിങ്ങൾ കണ്ടു. കേട്ടല്ലോ. പിന്നെ ഒരെണ്ണുള്ളത് കോൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കളിയാണ്. നമുക്ക് അതിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ ഏതൊക്കെ മെത്തേഡ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്, 1 സ്കാറ്റേർഡ് ഡയഗ്രാം, 2 കാൾ പിയേഴ്സൺസ് മെത്തേഡ്, 3 സ്പിയർമാൻസ് മെത്തേഡ്, 4 കോൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. 4 മെത്തേഡുകളുണ്ട് എന്നുള്ളതും കാണിക്കാം. ഇന്നത്തെ ദിവസം ഇത്ര മതി. ഞാൻ പറഞ്ഞു ഇനി ശനിയാഴ്ച, അതിന് മുൻപ് നിങ്ങൾ ഇടയ്ക്കൊന്ന് എൻ്റെ ഇതിലേക്ക് നോക്കാം. കേട്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ 1 മണിക്കൂറൊന്നും എടുക്കാൻ പറ്റില്ല, എടുത്താൽ കാര്യമില്ല. അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ വരുന്നുള്ളത് കണ്ടു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഞാൻ വരാനുള്ള സാധ്യതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ എന്താണ്, റിഗ്രഷൻ. കേട്ടല്ലോ. റിഗ്രഷനും കൂടി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു മൊഡ്യൂൾ അങ്ങ് കഴിഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. ഇനി കുറച്ച് പഠിക്കാനുള്ള നേരേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞത് മാത്രം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് മുഴുവൻ നോക്കുക. ഷോർട്ട് ആൻസേഴ്സിൽ എങ്ങനെയെങ്കിലും OMR ഒരു 15 മാർക്കും ഷോർട്ട് ആൻസേഴ്സിൽ ഒരു 6 മാർക്കും വാങ്ങിച്ചാൽ 21 മാർക്കായി. പിന്നെ നിങ്ങൾക്ക് കുറച്ച് വലുതും മാർക്കിൻ്റെ ആവശ്യം പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഷോർട്ട് ആൻസേഴ്സ് എല്ലാവരും ഒന്ന് നോക്കി വയ്ക്കാം. കേട്ടല്ലോ. നിങ്ങൾക്ക് ഇതിലൊരു വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. കേട്ടല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ അതിലിടാം. കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.